അതുപോലെ സന്തോഷമായിട്ട് ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ വയനാട്ടിൽ ദുരന്തം ഉണ്ടായ സമയത്തും അതുപോലെ വയനാടെന്നല്ല എല്ലായിടത്തും. ഒരുപാട് അല്ലേ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതിനെ പറ്റിയൊക്കെ ഒന്ന് വിശദമായിട്ട് പറയാമോ? മേഡം, ഞാൻ പൊതുവിൽ അതായത് ഇതൊക്കെ എനിക്ക് എൻ്റെ വീട്ടിൽ നിന്നുള്ള ഒരറിവാണ്. എനിക്ക് എൻ്റെ അമ്മ പറഞ്ഞതാണ്. നമ്മൾ എന്തെങ്കിലും, കാരണം 12 രാജ്യമൊക്കെ ഉണ്ട് ജാതകത്തിൽ എന്നൊക്കെ പറഞ്ഞ എടാ നീ ഫേമസ് ആവും. അപ്പോൾ എന്തെങ്കിലും കയ്യിൽ നല്ല പൈസ വരാണ്ട് 2 വിഭാഗം ആളുകളെയാണ് നീ ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ഒന്ന്, കുട്ടികളെ പഠിപ്പിക്കുക. 2, ഈ ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്ന സ്ത്രീകൾക്ക് നമ്മളാലാവുന്ന ചെയ്യണം. അമ്മയോട് പറഞ്ഞ കാര്യം, ഇവിടെ പല സ്ത്രീകൾ നമ്മൾ ന്യൂസ് വരുമല്ലോ, ഈ അമ്മയും മക്കളും ആത്മഹത്യ ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ അമ്മയോട് ചോദിക്കുന്നത്, ഈ പെണ്ണുങ്ങൾക്ക് ചാവണമെന്നുണ്ടെങ്കിൽ എത്താൻ പോരെ, ഇവരെന്തിനാ ഈ മക്കളെയും കൂടെ കൊല്ലുന്നു ചോദിക്കും. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞ കാര്യമാണ്, മക്കളെ കൊല്ലുന്നത് തെറ്റാണ്, പക്ഷേ ഈ ഒരു പെൺകുട്ടിയുടെ കല്യാണം കഴിഞ്ഞു ഒരു പണവും അത്യാവശ്യം സൗന്ദര്യവും അത്യാവശ്യം ജോലിയൊക്കെ ഉള്ളൊരു പെൺകുട്ടി അവിടെ പോയിട്ട് ഭർത്താവിൻ്റെ വീടായിട്ട് ഒത്തു വരുന്നില്ല, തിരിച്ചു വന്നാലും വലിയ ബുദ്ധിമുട്ടൊന്നും വരാനില്ല. കാരണം അതിൻ്റെ കല്യാണം വേണമെങ്കിൽ രണ്ടാമത് നടക്കും. ഇനി അതിൻ്റെ കല്യാണം നടന്നില്ലെങ്കിലും അതിൻ്റെ അച്ഛനും അമ്മയ്ക്കൊക്കെ അത്യാവശ്യം സാമ്പത്തിക ശേഷി വേണം, മോളെ എനിക്ക് വേറൊരു വീടുണ്ടാക്കി തരാം, മോൾ അവിടെ നിന്നോ എന്നൊക്കെ പറഞ്ഞാൽ ഈ മോളും മക്കളൊക്കെ അവിടെ സമാധാനത്തിൽ നിൽക്കും, അവൾക്ക് വിദ്യാഭ്യാസമുണ്ട്, അവൾക്ക് ജോലിക്കും പോവാം. ഇതൊരു ഭീകരമായ വിഷയമല്ല. മറിച്ച് ഒരു കൂലിപ്പണിക്കാരുടെ മകളോ വളരെ പാവപ്പെട്ട വീട്ടിലൊരു പെൺകുട്ടിയെ വളരെ കഷ്ടപ്പെട്ട് ഒരുത്തനെ കെട്ടിച്ചു കൊടുക്കുന്നു. അവിടെ എന്തെങ്കിലും പ്രശ്നത്തിൽ ഈ പെൺകുട്ടി തിരിച്ചു വന്നാൽ ഈ പെൺകുട്ടിയുടെ ജീവിതം തീർന്നു. അമ്മ പറഞ്ഞൊരു കാര്യമാണ്. കാരണം ഒരു ജോലി എടുത്ത് ജീവിക്കാൻ ഈ പെൺകുട്ടിക്ക് പറ്റൂല, വിദ്യാഭ്യാസം അത്രയല്ലേ ഉള്ളൂ. പിന്നെ ഇവിടെ വരുമ്പോൾ തന്നെ ഉണ്ടാവും ആങ്ങളേൻ്റെ ഭാര്യ ഉടക്കിയായിരിക്കും, ഇനിയിപ്പോൾ ഇവിടെ വന്ന് എൻ്റെ ഭർത്താവ് ഉണ്ടാക്കിയ പൈസ ഇനി പെങ്ങൾക്കും മക്കൾക്കും കൊടുത്തിട്ട് എനിക്ക് കിട്ടുന്ന, അല്ലെങ്കിലേ മനുഷ്യൻ സ്ട്രഗിൾ ചെയ്യുക, അതിൻ്റെ ഇടയിൽ ഇനി പൈനി കൂടെ കൊടുക്കണമല്ലോ എന്നുള്ള പെൺകുട്ടിക്ക് തോന്നലുണ്ടാവും. അപ്പോൾ അവിടെ നാത്തൂൻ പോര് മറ്റവൻ്റെ പോരൊക്കെ ഉണ്ടാവും. സ്വന്തമായിട്ട് ആ മോക്ക് ഒരു വീടുണ്ടാക്കി കൊടുക്കാനുള്ള പൈസ ഉണ്ടാവില്ല, അതിൻ്റെ കല്യാണം തന്നെ ഇങ്ങനെയൊക്കെ ആയിരിക്കും. ഇങ്ങനെ വരുമ്പോഴാണ് പല സ്ത്രീകളും ട്രാക്ക് മാറുന്നത്. ഇങ്ങനെ വരുമ്പോഴാണ് ഗതികെട്ട് അവസാനം ആത്മഹത്യയിലും ഇതിലേക്കൊക്കെ പോകുന്നത്. പിന്നെ എവിടെയെങ്കിലും പോയിട്ട് ജോലി ചോദിക്കുമ്പോൾ ആൾക്കാർ റോങ് ആയിട്ട് പെരുമാറും, ഭർത്താവൊന്നും ഇല്ലാത്തല്ലേ. അല്ല, അത് പണക്കാരിക്കും വരാം, പക്ഷേ പെൺകാരിക്ക് അവിടെ സ്കോപ്പുണ്ട്. ഇതല്ലെങ്കിൽ ഞാൻ സ്വന്തമായിട്ടും ഷോപ്പ് ഉണ്ടാക്കും, ഇരിക്കുന്നതിന് എൻ്റെയൊക്കെ ഷോപ്പിൽ നിൽക്കുന്നതെന്നൊക്കെ ആ പെൺകുട്ടി എന്തിരിക്കാം. ഇവിടെ വേറെ ഒരു ഓപ്ഷനും ഇല്ലാത്തൊരു പെൺകുട്ടി ഏട്ടാ ഒരു ജോലി തരുമെന്ന് ചോദിക്കുമ്പോൾ ആ പെൺകുട്ടിയെ പല രീതിയിലും ബുദ്ധിമുട്ടിക്കാൻ സാധ്യത. ഇങ്ങനെ ഗതികെട്ട് എന്തെങ്കിലുമൊക്കെ അവസ്ഥ വരുമ്പോഴാണ് ചില സ്ത്രീകൾ ആത്മഹത്യ ചെയ്യുന്നത്. എൻ്റെ ശേഷം എൻ്റെ 2 പെൺമക്കളുടെ അവസ്ഥ എന്തായിരിക്കും, എന്നാൽ പിന്നെ അതിനും കൂടെ കൊല്ലാന്ന് വെച്ചിട്ടാണ് പലരും പോകുന്നത്. അത് ശരിയെന്നല്ല അമ്മ പറഞ്ഞ്, ആ സ്ത്രീ അങ്ങനെ നയിച്ച ഘടകമാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ ഇതെൻ്റെ മനസ്സിലുള്ളതുകൊണ്ടാണ് അമ്മയൊക്കെ മരിച്ചു, എൻ്റെ അമ്മ മരിച്ചു. പക്ഷേ ഇന്ന് നമ്മൾ ഈ ഒരു പൊസിഷനിലേക്ക് എത്തുമ്പോൾ ഞാൻ കൂടുതൽ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഒന്നുകിൽ കുട്ടികളെ പഠിപ്പിക്കുക, ഇത് നോക്കിയറിയാം. അമ്മ പറഞ്ഞ ആ ഒരു പോയിൻ്റാണ് ഞാൻ ഇന്നും എടുക്കുന്നത്. കഴിയുന്നതും അങ്ങനെ ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്ന അധികം കോളനികളിലൊക്കെ ഉള്ള സ്ത്രീകൾക്ക് പശുക്കുട്ടി, ആട്ടുംകുട്ടി, കോഴിക്കുട്ടി, അല്ലെങ്കിൽ തയ്യൽ മിഷൻ, അതും അല്ലെങ്കിൽ നമ്മൾ സെക്കൻഡ് ഹാൻഡ് ഓട്ടോറിക്ഷ, പുതിയതൊന്നും അല്ല കേട്ടോ, സെക്കൻഡ് ഹാൻഡ് ഓട്ടോറിക്ഷയാണ്. എന്നാലും ഒരാൾക്കൊരു ലൈഫ് കിട്ടുകയാണല്ലോ, ആർക്കും പൈസ കൊടുക്കാറില്ല. അപ്പോൾ ഞാൻ ചില കോളനികളിലെല്ലാം ചെന്നിട്ട് ചില സ്ത്രീകളോട് പറയാറുണ്ട്, നിങ്ങൾ സാറേ എന്തെങ്കിലും തരും എന്ന് പറയാം. അങ്ങനെ തന്നുകൊണ്ട് എന്താ കാര്യം? നിങ്ങൾക്ക് ജീവിതം പിന്നെ വേറെ ആളെ മുന്നിൽ കൈനീട്ടണ്ടേ? ഈ കൈനീട്ടൽ ഒഴിവാക്കണം. അതാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ 2 ആട്ടുംകുട്ടിയെ കൊടുക്കുന്നു, നിങ്ങളൊരു പശുക്കുട്ടിയെ, കാരണം അവർക്ക് അതിനെയൊക്കെ നോക്കി പരിചയമുള്ളവരായിരിക്കും. അല്ലെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾ തയ്യൽ മിഷൻ പഠിക്കൂ, പഠിച്ചാൽ ഞാൻ തയ്യൽ മിഷൻ തരാം എന്ന് പറയുമ്പോൾ ഒരു സ്ത്രീക്ക് ഇനി ഓപ്ഷൻ, അവർ പഠിച്ചിട്ടില്ല. അപ്പോൾ ഇതൊന്നുമല്ല എനിക്കൊരു ജോലി തരും എന്ന് പറയണമെങ്കിൽ നിങ്ങളുടെ വിദ്യാഭ്യാസം ഒരു M.Com ടാലി അങ്ങനെയൊക്കെ പഠിച്ച ആളുകളോടല്ലേ അവർക്കൊരു ജോലീൻ്റെ കാര്യം എനിക്ക് നോക്കാം. നിങ്ങൾ തന്നെ പറ, ഇത് 8ാം ക്ലാസ് 9ാം ക്ലാസ്സിൽ വിദ്യാഭ്യാസം നിർത്തി, അല്ലെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും ചെറുക്കൻ്റെ കൂടെ ഒളിച്ചൊടി പോയിട്ടുണ്ടാവും, വേറെ പെണ്ണിൻ്റെ കൂടെ അവൻ പോയി, ഇന്ന് അവൾ പട്ടപ്പൂജ അടിച്ചിരിക്കുന്നു. ഈ പെൺകുട്ടി എന്ത് ജോലി എടുത്താൽ ജീവിക്കുന്നു? അപ്പം നമുക്ക് അവർക്ക് അതേ, അല്ലാതെ എനിക്ക് അതിനോട് താല്പര്യം ഉണ്ടായിട്ടല്ല. അല്ലെങ്കിൽ ഞാൻ ചിലർക്ക് ഷോപ്പ് ഇട്ട് കൊടുക്കാറുണ്ട്, കുഞ്ഞു ഷോപ്പ്, പിന്നെ സൂപ്പർ മാർക്കറ്റൊന്നുമല്ല, ചെറിയ ഷോപ്പ്, അവരുടെ വീട്ടിന് മുന്നിൽ തന്നെ ഞാൻ തട്ടിക്കൂട്ടിട്ട് കൊടുക്കും. അപ്പം അതുകൊണ്ടൊക്കെ ഒരു സ്ത്രീകൾ ജീവിക്കുന്നു. 2 ആട്ടുംകുട്ടിയെ കൊടുത്ത് ഇന്ന് ആ സ്ത്രീ പറയണം, സാർ ഇന്ന് അവിടെ 10-12 ആട്ടുംകുട്ടിയെ കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷം. അതെ. അപ്പോൾ ഞാനൊരു പശുക്കുട്ടീനെ കൊടുക്കുന്നുള്ളൂ, അതിലൂടെ അവർക്കൊരു ലൈഫ് കിട്ടുകയാണ്. ഞാനൊരു ഓട്ടോറിക്ഷ വാങ്ങിച്ചു കൊടുത്തിട്ടുള്ളൂ, അതിലൂടെ ആണായാലും പെണ്ണായാലും അവർക്കൊരു ലൈഫ് കിട്ടുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ പ്രളയം പോലത്തെ ഓരോ സാധനങ്ങൾ വരുമ്പോൾ നമ്മൾ ചെയ്യുന്നതാണ്.